വീട്ടു വേലയ്ക്കും കോഴി ഫാമിലും പണിക്ക് വന്ന അവന് DVR കണ്ടുപിടിക്കാൻ അറിയാം, വ്യക്തതയുണ്ട്. ഈ DVR മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നു ഉള്ള അറിവും അവനറിയാം, അതിനും അവന് വ്യക്തതയുണ്ട്. അവനെന്നാ ഈ മൊബൈൽ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കിന് പോലീസ് വന്ന് പിടിക്കുമോ എന്നുള്ള ചിന്താഗതിയോ അറിവോ അവനില്ലാതെ പോയി. അത് കോട്ടയം പോലീസിന്റെ ഒരു കഴിവല്ലേ? ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് പോലീസുകാര് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുമ്പോൾ എത്രത്തോളം തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരള പോലീസ് പോകുന്നത്. അതുകൊണ്ട് നമസ്കാരം. പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല എന്നുള്ളതാണല്ലോ ചൊല്ലി. ഈ മിനിഞ്ഞാന്ന് നടന്ന ഇരട്ട കൊലപാതകം, കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകം ചെയ്ത അല്ലെങ്കിൽ അത് നടത്തി എന്ന് ഉന്നയിക്കപ്പെടുന്ന പ്രതി, കോട്ടയം പോലീസ് ഉന്നയിക്കപ്പെടുന്ന പ്രതി മണിക്കൂറുകൾക്കകം മാളയിൽ നിന്നും പിടിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു തൈക്കളവനാണ്. ഏകദേശം 50 വയസ്സിനോടടുത്ത് അമിത് ഒറാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നല്ല ടെക്നോളജിയെ പറ്റിയും ഗാഡ്ജറ്റ്സിനെ പറ്റിയും നല്ല വിവരമുള്ള ഒരു വ്യക്തിയാണ്. CCTVയുടെ DVR ഊരുക, CCTV മൊബൈലുമായിട്ട് കണക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മൊബൈല് മോഷ്ടിക്കുക, ബാക്കി എല്ലാവിധ സെക്യൂരിറ്റി സംവിധാനത്തിനെയും വെല്ലിക്കൊണ്ട് അല്ലെങ്കിൽ കാറ്റിപ്പറത്തുകൊണ്ട് അല്ലെങ്കിൽ ഷണ്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന മീരയെയും വിജയകുമാറിനെ കൊല്ലുന്നു. അപ്പൊ ഇത്രയും ഗാഡ്ജറ്റിനെ പറ്റി അറിയാവുന്ന അദ്ദേഹം 100 കിലോമീറ്റർ മാറി മാളയിൽ പോയി ഈ മോഷ്ടിച്ച മൊബൈല്, കൊല ചെയ്യപ്പെട്ട അവരുടെ മൊബൈൽ ഓണാക്കി വലിയ കഴിവ്, സൈബർ പോലീസിന്റെ വലിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഓൺ ദ സ്പോട്ട് അത് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കേരള പോലീസ് അല്ലെ കോട്ടയം പോലീസ് കുറ്റവാളിയെ പിടിച്ചിരിക്കുന്നു. ഭാഗ്യം, രക്ഷപ്പെട്ടു. ആര്? കൊലയാളികൾ രക്ഷപ്പെട്ടു. എന്റെ പൊന്നാശാന്മാരെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ DVR എടുത്ത് മൊബൈൽ ഫോൺ മോഷ്ടിക്കാനുള്ള കാര്യമല്ല, മൊബൈൽ ഫോണ് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന DVRും ഈ CCTVയും മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ മൊത്തം മൊബൈലിൽ ഉണ്ടാകും എന്നും അറിയാവുന്ന ഈ വ്യക്തി കുറച്ച് മാറി ഒരു 100 കിലോമീറ്റർ മാറിയിട്ട് ഇതങ്ങോട്ട് ഓണാക്കി, എന്നാ പിടിച്ചോളാൻ പറഞ്ഞു. ഒരു മര്യാദ വേണ്ടേ പറയുമ്പോഴത്തേക്ക്? ഈ കൊലപാതകത്തിനെ സംബന്ധിച്ചോളൂ, ഈ കൊല ചെയ്ത അല്ലെങ്കിൽ കൊല ആസൂത്രണം ചെയ്ത ആ വലിയ ഗൂഢസംഘത്തിന് ഒരു രക്തസാക്ഷിയെ വേണം, അല്ലെങ്കിൽ ഒരു ബലിമൃഗത്തിനെ വേണം. ഈ ബലിമൃഗത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിടിക്കുന്നതും ഈ പറയുന്ന കൊലയാളികളെ രക്ഷിക്കുന്നതും ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ കോട്ടയം പോലീസ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ബലിമൃഗം എന്ന് പറയാൻ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ കഴിഞ്ഞ മാസം 21 കൂടിയാണ് ഈ പറയുന്ന മരിച്ചുപോയ വിജയകുമാറിന്റെയും മീരയുടെയും മകൻ ഗൗതം വിജയകുമാറിന്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം CBI കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവ് വരുന്നത്. CBI കോടതി കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഗൗതത്തിനെ കൊന്ന ആൾക്കാരും അല്ലെങ്കിൽ കൊലപാതക കേസും ഈ വിജയകുമാറും മീരയുടെയും കൊലപാതകത്തിന്റെ കേസും പ്രതികളുമായിട്ട് യാതൊരു ബന്ധവും വരാതെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ CBIക്ക് ഈ വിജയകുമാറിലേക്കും മീരയുടെയും കൊലപാതകം അന്വേഷിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അതായത് കൃത്യമായിട്ട് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത ഗുണ്ടകൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ പൂർണ്ണമായിട്ടും ഒരു ബലിയാടിനെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ CBI അന്വേഷണത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. തന്മൂലം ഗൗതത്തിന്റെ യഥാർത്ഥ കൊലപാതകികളെ കണ്ടെത്താതെ ഇരിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 2017 ജൂൺ 2 മരിച്ച ഗൗതത്തിന്റെ കൊലയാളികളെ തേടി നിയമപാലകത്തിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ച ഈ ഗൗതത്തിന്റെ അച്ഛനും അമ്മയും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും ആ കേസ് CBI ഏറ്റെടുത്ത ആ കേസിന്
ഒരു തുമ്പും ഒരു അന്വേഷണ രീതിയും ഉണ്ടാകാതെ അവിടെ തന്നെ അവസാനിച്ചു. മറിച്ച് ഈ ഗൗതത്തിന്റെ കൊലപാതകിയും ഈ വിജയകുമാറിന്റെയും മീരയുടെയും കൊലപാതകികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ കേസ് സി ബി ഐക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. പക്ഷെങ്കിൽ അവിടെ ഈ കൊലയാളികൾ വിജയിച്ചു. അവർ കൃത്യമായിട്ടും ഒരു ബലിയാടിലെ ഒരു വേട്ടമൃഗത്തിനെ പോലീസിന്റെ മുമ്പിലേക്ക് ഇട്ടു. വ്യക്തമായിട്ട് ഈ കാര്യം പറയുകയാണെങ്കിൽ 2017 ജൂണ് 2-ാം തീയതി ഒരു 7:30 മണിയോടുകൂടി ഗൗതം തന്റെ വീട്ടിൽ നിന്നും കൂട്ടുകാരനെ കാണാൻ കോട്ടയം സിറ്റി സെന്റർ ആയിട്ടുള്ള പുളിമൂട് ജംഗ്ഷനിൽ അവിടെ ഒരു കട നടത്തിയിരുന്ന പ്രശോഭിനെ കാണാൻ പോകുന്നു. ഏകദേശം ഒരു 8:30 ഈ ഗൗതം വീട്ടിൽ വിളിക്കുന്നു. അമ്മയെ വിളിച്ചു ചോദിക്കുന്നു, ഫുഡ് വല്ലതും മേടിക്കണമെന്ന് ചോദിക്കുന്നു. അമ്മ പറഞ്ഞു വേണ്ടെന്ന് പറയുന്നു. പിന്നെ ഗൗതത്തിനെ കാണാനില്ല. രാത്രി വെളുക്കുവോളും ഈ കുട്ടിയൊക്കെ ഇദ്ദേഹത്തിനെ കാണാതെ വരികയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും 5:30 മണി രാവിലെ, പിറ്റേ ദിവസം 5:30 മണി രാവിലെ ഈ കാരിത്താസ് ഹോസ്പിറ്റൽ സംക്രാന്തിയിൽ ലെവൽ ക്രോസിന്റെ അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുകയും അത് ഗൗതത്തിന്റെ ബോഡിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ഈ ഇദ്ദേഹത്തിന്റെ കാറും ഈ ഡെഡ് ബോഡിയും 240 മീറ്റർ അകലമുണ്ട്. പോലീസ് അതിവിദഗ്ധമായി കണ്ടെത്തി അതൊരു ആത്മഹത്യയാണെന്ന്. സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടെത്തി അതൊരു ആത്മഹത്യയാണെന്ന്. എന്നാൽ വിജയകുമാറായ അച്ഛന് അത് കൃത്യമായിട്ടും അറിയാമായിരുന്നു അത് ആത്മഹത്യയല്ല, അത് ഒരു കൊലപാതകമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും കണ്ടെത്തി അതൊരു ആത്മഹത്യയാകാൻ ഒരു വകുപ്പുമില്ല, അതൊരു കൊലപാതകമാണ്. കൊലപാതകം CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇനിയും അതൊരു കൊലപാതകം ആകാൻ ഉള്ള സാഹചര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്രകാരമാണ്. നിങ്ങൾ സാധാരണപ്പെട്ട ജനം ഒന്ന് മനസ്സിലാക്കുക. ഗൗതം മരിക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഗൗതത്തിന്റെ റൈറ്റ് സൈഡിൽ കഴുത്തേൽ ഏതാണ്ട് 11 സെന്റിമീറ്റർ നീളവും അത്രയും തന്നെ ആഴവുമുള്ള ഇൻസൈസ് വൂണ്ട് ഉണ്ടായിരുന്നു. ഈ വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ്, ഈ വലിയ ഒരു മുറിവ് വെട്ടിയിരിക്കുന്നു. ആ മുറിവിൽ കൂടി ഈ മസിൽസുകള്, ഈ പറയുന്ന പ്ലാറ്റിസ്മ ക്ലെൻജിങ് മസിൽസ്, പ്ലാറ്റിസ്മ, സ്റ്റെർണോക്ലിഡോമാസ്റ്റോയിഡ്, സ്റ്റെർണോഹയോയിഡ്, ഇതിനെല്ലാം ഉപരി എക്സ്റ്റേണൽ ജുഗുലാർ വെയിനും, അതായത് തലച്ചോറിൽ നിന്നും ഹാർട്ടിലേക്ക് സപ്ലൈ കൊടുക്കുന്ന രക്തധമനി, അത് മുറിഞ്ഞു പോയിരിക്കുന്നു. ഞാനൊരു മെക്കാനിസം പറയാം. ഇവിടുത്തെ മസിൽസും ഇതും മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മസിൽസ് ചുരുങ്ങും. തന്മൂലം നമ്മൾ ഇങ്ങോട്ട് തിരിയും, നമ്മുടെ പെടലി ഇങ്ങോട്ട് തിരിയും. അപ്പോൾ എന്താ, ഞരമ്പ് വെളിയിലോട്ട് വരും, ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് ചാടും. കാര്യം എന്താ, ഹാർട്ടിലേക്ക് കൃത്യമായിട്ടുള്ള സപ്ലൈ കണക്ഷൻ ഉള്ളതാണ് എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ. പമ്പ് ഔട്ട് ചെയ്യും. പമ്പ് ഔട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് മൊത്തം കാറിൽ നിറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്നാൽ എഴുന്നേറ്റാലും ഒരു 2-3 അടി കഴിഞ്ഞ് അവന്റെ ബോധം നഷ്ടപ്പെടും. അവിടെ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും കിട്ടിയിരിക്കുന്നു. വേറൊരു കാര്യം, വലത്തെ കൈവശമുള്ള ഗൗതത്തിന്റെ മുറിവ് വലത്തെ വശത്താണ്. എന്റെ വലത്തെ കൈ മുറിവ് വശമുള്ള എനിക്ക് എന്റെ മുറിവ് ഇടത്തെ വശത്താണ് വരുന്നത്. മറിച്ച് പുറകിൽ നിന്നും ഒരാൾ മുറിക്കുകയാണെങ്കിൽ എവിടെ വരും, വലത്തെ വശത്തായി മുറിവ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഉപരി ഇത്രയും ഒരു വൂണ്ട് വെച്ചുകൊണ്ട് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തി 240 മീറ്റർ നടന്നുകൊണ്ട് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് പോയി ഇക്സിഗോ നോക്കി റെയിൽവേയുടെ സമയം കണ്ട് ഇതിലേക്ക് ചാടാൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിവിദഗ്ധമായി വലിയ വൈഭവത്തോടു കൂടി കോട്ടയം വെസ്റ്റ് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഇതിന് ഒരു അന്തിമ വിധിയിട്ടു. ഗൗതം ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. എങ്ങനെ? ട്രെയിനിന്റെ മുമ്പിൽ ചാടി എന്നുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഇത്രയും അവസ്ഥയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഇതല്ല. അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താണ്? അത്രയും പ്രഷർ ചെയ്യാനും സ്വാധീനിക്കാനും പണം വാരി വിതറാനും അത്രയും വലിയ ഒരു സംഘം ഗൗതത്തിനെ കൊല്ലാൻ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പോലീസിന് പ്രഷർ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ വരികയും മരിച്ചുപോയ കൊല ചെയ്യപ്പെട്ട മീരയും വിജയകുമാറും ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണത്തിന് ഇത് കിട്ടുകയും ചെയ്തു.
ജഡ്ജിമെന്റ് കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ മാസം 21-ാം തീയതി CBI കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഗൗതമിനെ കൊന്ന ഘാതകർക്ക് അല്ലെങ്കിൽ ആ ഒരു വലിയ മാഫിയ സംഘത്തിന് ഈ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടണ തെളിവ് നശിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ കേസിന് പുറകെ നടന്ന വിജയകുമാറിനെയും ഭാര്യയും ഗൗതത്തിന്റെ അച്ഛനായ വിജയകുമാറിനെയും ഭാര്യയെയും കൊല്ലുക എന്നത്. കൊല്ലുക തന്നെയല്ല, ഈ കൊലയും കൊലയാളികളും യാതൊരു ബന്ധവും ഇല്ലെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ ഉള്ളൂ CBIയുടെ അന്വേഷണം ഇതിലേക്കും ഈ വിജയകുമാറിന്റെയും മീരയുടെയും മരണത്തിലേക്ക് നയിക്കാതെ ഇരിക്കുകയുള്ളൂ. ഇത് കൃത്യമായിട്ടും അവര് വിജയിപ്പിച്ചതിന്റെ ഒരു തെളിവാണ് ഈ പറയുന്ന അമിത് ഒറാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബലിയാടാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആശാന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാന് ഒരു ഡോക്ടറാ, എൻ്റെ വീട്ടിൽ CCTV ഇല്ല. എനിക്ക് ഒരു CCTVയുടെ സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയാ DVR, ഈ DVR മൊബൈലുമായിട്ട് ആരുടെയൊക്കെ മൊബൈലുമായിട്ട് എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്യാവശ്യം മൊബൈലും ലാപ്പും കൈകാര്യം ചെയ്യാൻ അറിയാം. എന്നിരുന്നാലും എനിക്കിതറിയത്തില്ല. പക്ഷെങ്കിൽ എനിക്കറിയാം എൻ്റെ മൊബൈലിനകത്ത് സിമ്മിട്ട് മൊബൈൽ ഓണാക്കിയാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഏത് പോലീസ് സംവിധാനത്തിനും പിടിക്കാവുന്നു. മറിച്ച് കോഴിക്കടയിൽ നിന്ന് പിടിച്ച വീട്ടുജോലിക്ക് വന്ന ആസാം സ്വദേശിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ സിസ്റ്റത്തിന്റെ DVR എവിടെയാണെന്നും ആ DVRും മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നും അവന് കൃത്യമായിട്ടും അറിയാമായിരുന്നു. മറിച്ച് അവന് ഈ മൊബൈൽ മോഷ്ടിച്ചുകൊണ്ട് പോയി 100 കിലോമീറ്റർ മാറിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. അതിനുള്ള ടെക്നോളജിക്കൽ സ്കിൽ ഇല്ലായിരുന്നു. എന്റെ പൊന്നാശാനെ, ഇതൊക്കെ എവിടെയായി പറയുന്നത്? ജനങ്ങളോട് പറയുന്ന ഒരു മര്യാദ വേണ്ടേ? അതുപോലെ തന്നെ ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് പോലീസ്. ഏത് പോലീസ്? ഗൗതം ഇത്രയും രക്തവും ഒലിപ്പിച്ചുകൊണ്ട് പോയി ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് കണ്ടെത്തിയ അതേ പോലീസ് തന്നെ പറയുന്നുണ്ട് ഇതൊരു പ്ലാൻഡ് മർഡർ അല്ല. ഈ കൊല നടന്ന ആ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് കോട്ടയം പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി റെയിൽവേയുടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മൊത്തം സ്കെച്ച് ചെയ്ത് അവിടുത്തെ മൊത്തം CCTV എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പ്രതി എപ്പോഴാ ചാടുന്നെന്ന് അറിയാൻ. എന്റെ പൊന്നുമക്കളെ, ഈ കോട്ടയം സെന്റർ തിരുനക്കര പടിഞ്ഞാറ്റെ നടയുന്ന ഒരു 2 കിലോമീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തിന്റെ സെന്റർ. ഇദ്ദേഹത്തിന്റെ അപ്പുറത്തെ പറമ്പ് എന്ന് പറയുന്നത്, ഈ ശ്രീവത്സവം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ അപ്പുറത്തെ പറമ്പ് കേരളം മൊത്തം അറിയാവുന്ന ഒരുമാതിരി സൗത്ത് ഇന്ത്യ മൊത്തം അറിയാവുന്ന ജോസ്കോ മുതലാളിയുടെ വലിയ ബംഗ്ലാവാണ്. അവിടെ കറങ്ങുന്ന വലിയ CCTV ഉണ്ട്. കേരളം മൊത്തം ഒറ്റയടിക്ക് സ്കാൻ ചെയ്യാന്ന്. അതുപോലെ തന്നെ ആ ഏരിയ ഇദ്ദേഹം താമസിക്കുന്നതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവില് ഒരു 4000 സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞ വീടൊന്നും ഇല്ല. അത്രയ്ക്കും പണക്കാരുടെ ഏരിയ. ഒരു സെന്റിന് 10 ലക്ഷത്തിന് വിലയുള്ള സ്ഥലമാണ്. അവിടെ ഇന്നും CCTV ഇല്ല. ഇവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോകണം CCTV പോക്കാൻ. വിരോധാഭാസമാണോ? അല്ല. പോലീസിന് അങ്ങനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. തന്മൂലം പ്രതിയെ പിടിക്കുകയും കൊലയാളികൾ രക്ഷപ്പെടുകയും ചെയ്തൂടെ, അല്ലെ? വേറൊരു കാര്യം കൂടെ എൻ്റെ ഒരു സംശയം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരെ വെച്ചെങ്കിൽ, പെണ്ണുങ്ങളാണെങ്കിൽ നമ്മൾ ഒരു വീടിനകത്ത് ഒരു മുറി അലോട്ട് ചെയ്ത് കൊടുക്കും. മറിച്ച് പുരുഷന്മാരാണെങ്കിൽ, അതിപ്പോ നാട്ടുകാരാണെങ്കിലും എത്ര വിശ്വസ്തതാണേലും നമ്മൾ വീട്ടിനകത്ത് താമസിപ്പിക്കത്തില്ല. അവർക്ക് ഒരു പ്രത്യേക റൂം കൊടുക്കും. വീട്ടിന്റെ വെളി. പക്ഷെങ്കിൽ നമുക്ക് അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു വ്യക്തി, നമ്മുടെ വീട്ടുകാരെ പോലെ കാണുന്ന ഒരു വ്യക്തി, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു വ്യക്തി, സത്യസന്ധനായിട്ട് തോന്നിയ ഒരു വ്യക്തി, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്ത് അയാളുടെ സത്യസന്ധതയിൽ നമുക്ക് വിശ്വാസമായി നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് കയറ്റി താമസിപ്പിക്കും, ഇല്ലേ? അതല്ലേ നടക്കുന്നത്? ഇവിടെ ഞാൻ ന്യൂസ് അറിയുകയും ചെയ്തു. ഈ അമിത് എന്ന് പറയുന്ന ആള് കുറെ നാൾ കണ്ട് ഇവരുടെ വീട്ടിൽ ജോലിക്കാരനായിട്ട് നിൽക്കുന്നു. വീട്ടിനകത്തായ ഒരു മുറിയാണ് ഇദ്ദേഹത്തിന് അലോ ചെയ്തിരിക്കുന്നതെന്ന്.
അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇവരുമായിട്ട് അടുത്ത് അറിയാവുന്നതും അത്രയ്ക്കും ബന്ധമുള്ള ആരെങ്കിലും ആരെങ്കിലും ഈ അമിത്തിനെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒന്ന്. രണ്ട്, ഇത്രയും നാളും കൊണ്ട് യവന്റെ സത്യസന്ധതയിൽ ഇഷ്ടം തോന്നി അത്രയ്ക്കും സ്നേഹിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനായ വിജയകുമാറും ഭാര്യയും അത്രയും സ്നേഹിച്ചു. അവന്റെ സത്യസന്ധതയും മനസ്സിലാക്കി അവനെ വീട്ടിനകത്ത് താമസിപ്പിച്ചു. ഞാൻ പറയുന്നു, ഗൗതത്തിനെ കൊന്ന കൊലയാളി മാഫിയയുടെ ഒരു ചാരനായിരുന്നു ഈ അമിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരാകരിക്കാൻ പറ്റുമോ? ഞാൻ അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. ഈ അമിത് അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വീട്ടിനകത്ത് താമസിപ്പിക്കുള്ളൂ. അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു വ്യക്തി ഒരു മോഷണ അറ്റംപ്റ്റ് നടത്തി അവിടെ. അത് പിടിക്കുകയും ചെയ്ത് പോലീസിൽ വിജയകുമാർ കംപ്ലൈന്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ അമിത്തിനെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വിശ്വസ്തത എങ്ങനെ ആ മനുഷ്യൻ, അതായത് ഇത്രയും വിശ്വസ്തനാണെന്ന് വിജയകുമാറിനെ ഇദ്ദേഹം എങ്ങനെ പ്രൂവ് ചെയ്യിപ്പിച്ചു? ഞാൻ പറയുകയാണ്, അന്ന് ആ നടന്ന സംഭവം ഒരു മാനിപ്പുലേറ്റീവ് ഡ്രാമയാണ്. കാര്യം, ഇനിയും വരും നാളിൽ ഞാൻ വിജയകുമാറിനെ അല്ലെങ്കിൽ അമിത് വിജയകുമാറിനെ കൊല്ലുകയാണെങ്കിൽ ഇതിന്റെ റിവഞ്ചാണ് ഞാൻ നടത്തിയെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ ഒരു ഡ്രാമ കളിച്ചതാണ് ഈ അമിത് അഥവാ ഈ ഗൗതത്തിന്റെ കൊലയാളികൾ ഏർപ്പെടുത്തിയ സ്പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാര്യം, CBI ഒരിക്കലും ഈ കേസിൽ വിജയകുമാറിന്റെ ഭാര്യയുടെ മരണത്തിന്റെ അന്വേഷണം ഏൽക്കാൻ പാടില്ല. കാര്യം എന്താ? ഈ അമിത് എന്ന് പറയുന്ന വ്യക്തി ഗൗതത്തിന്റെ മരണവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകരുത്. എന്നാൽ ഇവർ മരിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഗൗതത്തിനെ കൊന്ന ഘാതകർക്ക് രക്ഷയുണ്ടാകുള്ളൂ. അറ്റ് എനി കോസ്റ്റ് വിജയകുമാറിനെ കൊല്ലണം, വൈഫിനെയും കൊല്ലണം, ഈ ഘാതകരും അതുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഈ പറയുന്ന കൊലയാളികൾ. അവർക്ക് സ്വാധീനം ചെറുതല്ല. അതല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്? അല്ലേ പിന്നെ അത്രയ്ക്കും ഇത്രയും അറിഞ്ഞൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ട് അവൻ ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കിന് ഇത് പോലീസെ പിടിച്ചോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ പറയേണ്ട വല്ലോ കാര്യമുണ്ടോ? അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതിനുപരി ഈ പട്ടി എനിക്ക് അറിയാവുന്ന സമയത്ത് വിജയകുമാറിന് ഡോബർമാൻ ഉണ്ടായിരുന്നു, ലാബഡോർ ഉണ്ടായിരുന്നു, അൾസേഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം KC സർട്ടിഫിക്കറ്റ് ഉള്ള പട്ടികളാണ്, വലിയ പട്ടികളാണ്. അപ്പോ അതിനെയൊക്കെ ഇപ്പൊ ഇദ്ദേഹത്തിനുള്ള പട്ടികള് നല്ല ടേംഡ് ആയിരിക്കും. അപ്പോ ആ പട്ടി ആഹാരം കഴിക്കണമെന്ന അറിവുള്ള അതിനെപ്പറ്റി അറിയാവുന്നവർ മാത്രമാണ് ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പറയുന്ന അമിത് മാത്രമല്ല, അമിത് ഒരു സ്പൈ അല്ലെങ്കിൽ ഈ ഗൗതത്തെ കൊന്ന ആൾക്കാര് അമിത്തിനെ ഒരു ബലിമൃഗമാക്കി ഇട്ടുകൊണ്ട് അമിത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ ആക്സസ് ചെയ്തു, വിജയകുമാറിന്റെ വീട് ആക്സസ് ചെയ്യുകയും വിജയകുമാറിനെ കൊല്ലുകയും ചെയ്തു. അമിത്തിന്റെ ആസാമിലുള്ള കുടുംബം അന്വേഷിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ പോലീസിന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരിക്കലും അവിടം വരെ അന്വേഷണം പോകത്തില്ല. കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കോട്ടയത്ത് തന്നെ തിരുവഞ്ചൂര് ദാരുണമായിട്ടുള്ള 3 പേരെ തല്ലിക്കൊന്ന ഒരു ആസാമിയെ ഈയിടെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരിക്കുന്നു. അതായത് തൂക്കുകയർ മാറ്റി ജീവപര്യന്തമാക്കി. ഇതുപോലെ തന്നെ അമിത്തിനെയും പറ്റുള്ളൂ. തന്മൂലം ഈ പറയുന്ന കൊലയാളികൾ, ഗൗതത്തിനെ കൊന്ന കൊലയാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഗൗതത്തിന്റെ മരണം കൊലപാതകമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അംഗീകരിച്ചിരിക്കുകയാണ്. ആ ഒരു അംഗീകാരത്തിനെ, ആ ഒരു സംശയമാണ് ഈ കോട്ടയം പോലീസ്, വെസ്റ്റ് പോലീസ് പറഞ്ഞ അല്ലല്ല അത് ഒരു ആത്മഹത്യയാണെന്ന്. 2023 നവംബർ മാസത്തില് ഒരു ഇടക്കാല വിധി ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ. എന്താ? ADGPയെ കൊണ്ട് അന്വേഷിച്ചിട്ട് ഗൗതം ആത്മഹത്യ ചെയ്തു എന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് കണ്ടെത്തിയും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയും ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ADGP കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? അത് ഒരിക്കലും അല്ല, ഒരു പുനരന്വേഷണം വേണ്ടി വരുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അത്രയും വലിയൊരു കൊലപാതകം മറച്ചു വെക്കാൻ കഴിവുള്ള ആ ഘാതകർക്ക് ഒരു 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 അറവുമാടിനെ അല്ലെങ്കിൽ ഒരു ബലിമൃഗമായിട്ടുള്ള അമിത് ഒറാൻ എന്ന് പറയുന്ന ഒരു ആസാമിയെ കൊടുക്കാൻ ഒരു പാടുമില്ല, അല്ലേ? പക്ഷെങ്കില് ഈ കേസ് ഒരിക്കലും തെളിയത്തില്ല. ഈ അമിത്തിൽ കൊണ്ട് അത് ശുഭ അവസാനം ഉണ്ടാവും. കാര്യം, പണത്തിന്റെ മീതെ
പരുന്തും പറക്കത്തില്ല.